നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ രൂക്ഷമായ ആരോപണങ്ങളാണ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നിൽ നിന്ന് 22.5 ലക്ഷം രൂപ അന്നത്തെ DCC പ്രസിഡന്റ് കൈപ്പറ്റി എന്നാണ് പത്മജ വേണുഗോപാലിൻ്റെ ആരോപണം. എന്നാൽ പണം കൈപ്പറ്റിയിട്ടും പ്രിയങ്കയുടെ വാഹനത്തിൽ കയറാൻ തന്നെ അനുവദിച്ചില്ല. തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ TN പ്രതാപനും അതുപോലത്തെ അന്നത്തെ DCC പ്രസിഡന്റും ഉണ്ടായിരുന്നു എന്ന് പത്മജ വേണുഗോപാൽ ആരോപിക്കുന്നു. വിൻസെൻറ്റും പ്രതാപനുമൊക്കെയാണ് ഇപ്പോൾ മുരളിയുടെ ഇരുവശങ്ങളിലും ഉള്ളതെന്നും മുരളീധരനെയും അവർ തോൽപ്പിക്കുമെന്നും അങ്ങനെ തോൽപ്പിച്ചാൽ മുരളീധരന് BJPയിലേക്ക് വരേണ്ടി വരുമെന്നുമൊക്കെ പത്മജ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നു. പത്മജയുടെ പണം കോൺഗ്രസ്സുകാർ തട്ടിയോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. വിനായകൻ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ വിനായകൻ, ഈ വൈകി വന്ന ആരോപണങ്ങൾ എന്ന നിലയിലാണോ പത്മജ വേണുഗോപാലിൻ്റെ ആരോപണങ്ങളെ കാണേണ്ടത്, അതോ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കരുതാനാകുമോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വല്ലവന്റെ ഗർഭം എന്റേതാണ് പറഞ്ഞവരുടെ ഈ കോൺഗ്രസ് നിന്ന് ഊറ്റി മാക്സിമം കറന്നു. അത് കേരളം എത്തിയപ്പോഴേക്കും അടുത്ത BJP കയറി. താങ്ക് യു. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, വടകര 2021 സംഭവമാണ്. ഇത്രയും കാലം പത്മജ വേണുഗോപാൽ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് മിണ്ടിയിട്ടില്ലേ? പാർട്ടി വിട്ടപ്പോൾ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വിൻസെൻറ്റിനെതിരെ, TN പ്രതാപനെതിരെ. അവരൊക്കെ TN പ്രതാപൻ അവിടെ നേരത്തെ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഈ ആരോപണങ്ങൾ ഇനി ജനം വിശ്വസിക്കും എന്ന് കരുതാനാകുമോ? നമസ്കാരം സർ. നമസ്കാരം. ഈ ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടാകാം, പക്ഷെ മേഡം പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അത് പുറത്ത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു തെറ്റ് മേഡത്തിന്റെ അടുത്തുണ്ട്. പക്ഷെ സത്യത്തില് ഈ പത്മജ മേഡം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം മുരളീധരൻ ഈ അനുഭവം തൃശ്ശൂർ ഉണ്ടാവാൻ പോവാണ്. എന്തുകൊണ്ടാ വടകരയിൽ നിന്ന് മുരളീധരൻ പോയെന്ന് വെച്ചാൽ എന്തുകൊണ്ടാ പോയെന്ന് സാറ് വിചാരിക്കുന്നത്? വടകരയിൽ പരാജയപ്പെടും, മുരളി നിന്നാൽ വടകരയിൽ പരാജയപ്പെടുമെന്ന് UDFന്റെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റിയത്. അതെങ്ങനെയാണ്? അദ്ദേഹം അവിടെ വൻ ഭൂരിപക്ഷത്ത് ജയിച്ച ഒരാളല്ലേ, പിന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തോൽക്കുമെന്ന് പറയാൻ എന്താ കാരണം? അത് ഒരു കേന്ദ്രീകൃത വോട്ട്, പെങ്ങള് BJPയിലേക്ക് പോയപ്പോൾ ഒരു കേന്ദ്രീകൃത വോട്ട് ഉണ്ടാവുമ്പോൾ അതിനെതിരായിട്ട് ദുഷ്പ്രചരണവും കൂടി നടത്താനുള്ള ശക്തികൾ വടകരയിൽ ഉണ്ട് എന്നുള്ളത് ഈ സാറിന് അറിയില്ലെങ്കിലും എനിക്കറിയാം. അപ്പൊ അത് മനസ്സിലാക്കി UDF നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റിയത്. അല്ലാതെ BJPയെ 3ാം സ്ഥാനത്താക്കുവാൻ വേണ്ടിയൊന്നും മുരളീധരൻ പോയതല്ല. ഇനി BJP 3ാം സ്ഥാനത്തായാലും നടക്കുന്നത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, മനസ്സിലായോ? ദേശീയ തെരഞ്ഞെടുപ്പാണ്. മുരളീധരൻ 3ാം സ്ഥാനത്തല്ല 4ാം സ്ഥാനത്ത് BJP ആക്കിയാലും സെൻട്രലിൽ യൂണിയൻ മിനിസ്റ്റർ ഇന്ത്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മെയ് മാസം 25 സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് കോൺഗ്രസ് ഒന്നും പണിപ്പെടണമെന്നില്ല. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, ഈ പാർട്ടി വിടുമ്പോൾ പഴയ നേതാക്കളെ കുറ്റം പറയുന്നത് ഒരു ശരിയായ പ്രവണതയായി ശ്രീ മുഹമ്മദിന് തോന്നുന്നുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. പാർട്ടി വിടുമ്പോൾ ഇത് പറഞ്ഞു, മാഡം പറഞ്ഞു, പിന്നെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു, കുറെ പറഞ്ഞു. പിന്നെ വേറെ ഇന്നലെ ഒരു ക്ഷമ മാഡം പറഞ്ഞു. അങ്ങനെ അത് കോൺഗ്രസിന്റെ പതിവാണ് സാറേ, അല്ലാതെ വേറെ പാർട്ടിക്കാരൊന്നും പറയില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാബുരാജൻ എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാബുരാജന് എന്ത് തോന്നുന്നു? മുരളീധരനെ പത്മജ പരോക്ഷമായി BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണോ? ശ്രീ ബാബുരാജൻ, കേൾക്കാമോ? ജയമോഹൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയമോഹൻ, പത്മജയുടെ ആരോപണത്തെ ശ്രീ ജയമോഹൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ആരോപണം വ്യക്തമായി അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മുൻ മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട കരുണാകരൻ സാറിന്റെ ഒരു മകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയില്ല. അതിൽ എന്തെങ്കിലും ഒരു കഴമ്പ് ഇല്ലാതെ ഇരിക്കുമോ?
അപ്പൊ ഇതിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം. മാത്രമല്ല, വടകരയിൽ ജയിച്ച ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് തോൽപ്പിക്കാൻ നിർത്തേണ്ട കാര്യമുണ്ടോ? കാരണം ഒരു അനുഭവം പത്മജ ചേച്ചിക്കുള്ളതാ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നതെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. ഉമേഷ് പാലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്, എങ്ങനെ ഇതിനെ കാണുന്നു? ഒരു പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിലൊക്കെ കയറാൻ 22 ലക്ഷം രൂപ കൊടുക്കണോ ഉമേഷേ? സാറേ, കോൺഗ്രസിനകത്തുള്ള കാശുള്ള ഒരു കാശറിയും. അതിപ്പോ 22 ലക്ഷം രൂപ കർണാടക കുടുംബം എന്ന് പറയുമ്പോഴേക്ക് 22 ലക്ഷം രൂപ 21 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ കൂടുതലൊന്നുമല്ല. അതൊക്കെ അവർക്ക് ഒരു പൂ പറിക്കുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മളെ പോലൊന്നുമല്ല. അതുപോലെ ഇപ്പൊ DK ശിവകുമാർ കർണാടകത്തിൽ നിന്ന് പിരിഞ്ഞു പോവാണെങ്കിൽ പുള്ളി കോടിയുടെ കണക്ക് പറയേണ്ടി വരും. കോടിയുടെ ഇല്ലേ, നമ്മൾക്ക് അറിയാവുന്നല്ലോ. വലിയ സമ്പന്നനാണ്. ഞാൻ കർണാടകത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ളതാണ്. അവിടെ വലിയ പൈസക്കാരനാണ്, വലിയ പണക്കാരനാണ്. കർണാടക കുടുംബം മോശമൊന്നുമല്ല സാറേ. എവിടെയെല്ലാം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. കർണാടകത്തിൽ തമിഴ്നാട്ടിലെല്ലാം ഇവർക്ക് ഏക്കർ കണക്കിന് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അതായത് പാലാ മണ്ണർകാട് പാപ്പൻ എന്ന് സാറ് കേട്ടിട്ടുണ്ടോ? ബാറൊക്കെ ഉണ്ടായിരുന്നേ. കരുണാകരൻ അത്രയൊക്കെ സ്വത്തുണ്ടോ? പിന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ്, അദ്ദേഹത്തിന്റെ സമ്പാദ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വെളിപ്പെടുത്തിയപ്പോൾ അത്ര പൈസയൊന്നും, എനിക്ക് തോന്നുന്നു 1500 രൂപയോ മറ്റേ കയ്യിലുണ്ടെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് സാറ് വിശ്വസിക്കുന്നുണ്ടോ? സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചിലപ്പോൾ മക്കൾക്ക് കൊടുത്തു കാണും കേട്ടോ, മക്കൾക്ക് പൈസ കൊടുത്തു കാണും. ഏതായാലും അത് നമുക്ക് ഈ അറിയാവുന്ന ഇവരെല്ലാം തെരഞ്ഞെടുപ്പിന് മത്സരിച്ചവരാണല്ലോ. അപ്പൊ ഇവര് കൊടുത്തിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. അവര് പാലക്കാടൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും ആങ്ങൾക്കും പെങ്ങൾക്കും കുടുംബക്കാർക്കൊക്കെ ഏക്കർ കണക്കിന് തോട്ടമുണ്ട് സാറേ. ഏക്കർ കണക്കിന്. പാലക്കാടോ? അത് ഞാനത് പാലക്കാടൊക്കെ സാധ്യത കുറവാണ്. അവിടെയൊക്കെ ഇത്ര തോട്ടം ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ ആളുകൾ? അതൊക്കെ ഉണ്ട്. ഞാൻ ബലോറിയെ പോയി അവിടെ ഓട്ടം പോയിട്ടുള്ളതൊക്കെ ഉള്ള. ഈ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടോ? അതെ, മണ്ണർകാട് പാപ്പിനും ഇവർക്കൊക്കെ അടുത്തൊരു എസ്റ്റേറ്റ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഞാൻ പാപ്പന്റെ ഓട്ടത്തിന് വേണ്ടി പോയതാണ്. മണ്ണർകാട് പാപ്പൻ എന്ന് പറയുമ്പോൾ പാലക്കാരൻ അറിയാമല്ലോ, വലിയ ബാബു കൊണ്ടായിരുന്ന വലിയ പുള്ളിയുടെ എസ്റ്റേറ്റിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഏക്കർ കിടക്കി ഇവർക്കൊക്കെ തോട്ടമുണ്ട്. അവരെ സംബന്ധിച്ചിട്ടൊക്കെ പൂ പറിക്കുന്നവരുണ്ട്. പക്ഷെ കൊടുത്തത് ശരിയാണ്, മേടിച്ചതുമായിരിക്കും. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ചാൽ കൊടുത്തതല്ല, എന്നിട്ട് അവരെ ആ വണ്ടിയിലൊന്നും പോലും കയറ്റിയില്ലെന്ന് പറയുമ്പോൾ അതൊരു ചതിയായി. കാരണം ചില ഒന്നും വല്ല കാരണവരെ ഓർത്തെങ്കിലും മക്കളെ ഇത് കൊടുക്കണ്ട. മക്കളൊന്നും ചെയ്തിട്ടില്ല. മക്കളെ ഈ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ തല്ലുവടിയിലും ഒന്നും കൊണ്ടിട്ടില്ല. എപ്പോഴും കർണാടക മക്കളെന്നുള്ള നിലയിലെങ്കിലും അവരെ ആ വണ്ടിയെ കയറ്റിയില്ല. അത് അവരെ പരിവും പറയുന്നല്ല. വേറെ വളരെ വ്യക്തമാണ്. ഏതായാലും ഹംസ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹംസ വടകരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹംസ കേൾക്കാമോ? റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റഷീദ് എവിടെ നിന്ന് വിളിക്കുന്നു? റഷീദിന് കേൾക്കാമോ? അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണോ വിളിക്കുന്നത്? ഏതായാലും പത്മജ വേണുഗോപാൽ രൂക്ഷമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. മുരളീധരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്. അതുപോലെ പത്മജ പറയുന്നു തന്നെ തോൽപ്പിച്ചത് MP വിൻസെന്റും TN പ്രതാപനുമാണ്. വല്ലാതെ തന്നെ ചൊറിഞ്ഞാൽ കൂടുതൽ പേരുടെ പേരുകൾ തനിക്ക് പറയേണ്ടി വരും എന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. മുരളി മന്ദിരം തങ്ങൾ 2 പേരുടെയും പേരിലാണ്. ഇടതുമുന്നണിയും തന്നെ സ്വാഗതം അങ്ങോട്ടേക്ക് വരാനായി വിളിച്ചിട്ടുണ്ട്. സുധാകരനാണ് തന്നോടൊരല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചത് എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുന്നു. അതിനോടൊപ്പം ഈ ചന്ദനക്കുറി തൊടാൻ പോലും തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അത് ഭയമായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പത്മജയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തിന് നൽകാൻ വേണ്ടി ഉള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഈ രാജാവിനേക്കാൾ രാജഭക്തി പ്രകടമാക്കുന്നത് എന്നാണ് അവരുടെ നിലപാട്. ഏതായാലും KPCC പ്രസിഡന്റ് മുന്നിൽ താൻ പൊട്ടിക്കരയേണ്ട സാഹചര്യമുണ്ടായെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. അജയ് കുമാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു? പത്മജ വേണുഗോപാലിന്റെ ഈ ആരോപണം അസംബന്ധമാണെന്നാണ് VD സതീശൻ പറയുന്നത്. അത്രമാത്രം അസംബന്ധമാണോ പത്മജയുടെ ആരോപണങ്ങൾ? അത് VD സതീശൻ പറഞ്ഞതാണ് അസംബന്ധം. കാരണം ഒരാൾ പാർട്ടി വിടുമ്പോൾ, പാർട്ടി വിട്ട് പോയി കഴിയുമ്പോൾ അവരെ പ്രകോപിപ്പിക്കുകയും വളരെ മ്ലേച്ഛമായ രീതിയിൽ അവരെ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഒറ്റ അക്ഷരം മിണ്ടാത്തയാളാണ് VD സതീശൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ എത്ര മോശമായ വാക്കുകളിലാണ് പത്മജ വേണുഗോപാലിനെ ആക്ഷേപിച്ചത്. രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും അത് തെറ്റായി പോയി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇത് ഏതെല്ലാം രാഷ്ട്രീയ ഇവരുടെ തന്നെ എത്രയോ സീനിയർ ലീഡേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും പാർട്ടിയിൽ പോകുന്നു. അപ്പോഴും ഇത്തരം ഭാഷകളിലാണ് വിമർശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാലിനെ അവർ പ്രകോപിപ്പിച്ചപ്പോൾ ചില കാര്യങ്ങളെങ്കിലും, ചില അപ്രിയ സത്യങ്ങളെങ്കിലും പുറം ലോകത്തോട് പറയാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. അവരത് പറയുകയും ചെയ്യും. കൂടുതൽ പേരുകൾ അധികം ചൊറിഞ്ഞാൽ കൂടുതൽ പേരുകൾ പുറത്തുവിടും. ഉറപ്പായിട്ടും വരും. അവർക്കറിയുന്നതല്ലേ. നമ്മളൊന്ന് കുറച്ച് പിന്നോട്ട് പോയി നോക്കൂ. KPCC ഓഫീസിൽ അനാശാസ്യം നടക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞതാണ് രാജ്ഭവൻ നിത്താൻ. രാജ്ഭവൻ നിത്താനും മുരളീധരനും ഇപ്പോഴും പാർട്ടിയിലുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പൊതുസമൂഹം നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇത്ര നാണം കെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കോൺഗ്രസ്. എന്നിട്ട് അസംബന്ധം എന്ന് പറയുമ്പോൾ അസംബന്ധത്തിന്റെ നിറകന്തലയിലാണ് ഇവരിയ്ക്കുന്നത്, ഈ പാർട്ടി തന്നെ ഇരിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ധനപാലൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ധനപാലൻ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നേതാക്കന്മാർ ഇവിടെ ആളായിക്കൊണ്ട് നടക്കണം. അല്ലാതെ ഇവരെ കൊണ്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇനി ഒരു മുന്നേറ്റവും കോൺഗ്രസിനെ കൊണ്ട് ഉണ്ടാക്കാൻ ഒക്കില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പത്മജ വേണുഗോപാലിന്റെ ഈ ആരോപണത്തെ എങ്ങനെയാണ് ശ്രീ ധനപാലൻ കാണുന്നത്? അതെ, ഉമ്മർകുട്ടി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമ്മർകുട്ടി എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ സാറേ, ഞാൻ കൊണ്ടോട്ടിയിലെ പുളിക്കൽ നിന്നാണ് വിളിക്കുന്നത്. കൊണ്ടോട്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉമ്മർകുട്ടിക്ക് ഈ വാദപ്രതിവാദങ്ങളൊക്കെ കേട്ടിട്ട് എന്തു തോന്നുന്നു? സാറേ, നമ്മളോടിപ്പോ ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആ പാർട്ടിക്കാരനൊന്നുമല്ല. എന്നാലും ഞാൻ പറയാണ്, ഈ പത്മജ എന്ന് പറയുന്ന നേതാവ് BJP-യിലോട്ട് പോയതിൽ പ്രത്യേക ഒരു വിഷമം അനുഭവിക്കുന്ന ഒരാളാണ്. അതെന്താ അങ്ങനെ വിഷമം തോന്നാൻ കാരണം? കരുണാകരനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പത്മജയോട് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ആളും മുൻ ഒരു കാലത്ത് പ്രധാനമന്ത്രിന്റെ കസാര വരെ കണ്ട ആളായിരുന്നു കരുണാകരൻ. ആ കരുണാകരന്റെ മകളാണ് പത്മജ. അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തുകൂടെ? അതിലിപ്പോ വിഷമിക്കാൻ എന്തിരിക്കുന്നു? അതെ, ആ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞത് അദ്ദേഹം BJP-യിലോട്ട് പോയതിൽ ഈ പത്മജ എന്ന് പറഞ്ഞ നേതാവിന് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. കോൺഗ്രസിന്റെ ഉള്ളിലെ കാലുവാരിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയതാണ്. അപ്പൊ കാലുവാരി എന്നാണ് ശ്രീ ഉമ്മർകുട്ടി കരുതുന്നത്. തീർച്ചയായിട്ടും കാലുവാരിയോട് ശ്രീ ഉമ്മർകുട്ടി അനുഭവം ഒരുപാടുണ്ടാവുമല്ലോ. ഇനിയിപ്പോ ഈ മുരളീധരനെ കാലുവാരും എന്നാണ് പത്മജ പറയുന്നത്. അതില് ശ്രീ ഉമ്മർകുട്ടിക്ക് എന്ത് തോന്നുന്നു? തൃശ്ശൂരിൽ അങ്ങനെ ഒരു കാലുവാരൽ നടക്കുമോ? അവർ ആങ്ങളെ പെങ്ങള് എന്നുള്ള ബന്ധം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മുരളീധരന്റെ കാര്യങ്ങൾ മോശമാണ്. തൃശ്ശൂർ ജയിക്കില്ല. ഹലോ, തൃശ്ശൂർ മുരളീധരനെ കോൺഗ്രസുകാർ കാലുവാരും എന്നാണോ ഉമ്മർകുട്ടി? തീർച്ചയായിട്ടും മുരളീധരൻ അവിടെയും പൊട്ടും, ഒരു സംശയമില്ല കാര്യത്തിൽ. നോക്കാം. ഏതായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിക്കണം. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുധീർ എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുധീർ, കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സുധീർ കേൾക്കാമോ? ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? ഈ കെ സുധാകരൻ ഒഴികെ മറ്റാരും പത്മജയോട് ഒരൽപ്പം കരുണ കാണിച്ചില്ല എന്നൊരു ആക്ഷേപമാണ് അവർക്കുള്ളത്. അത്രമാത്രം സൗണ്ട് ഇല്ലേ? കേൾക്കാമോ ശ്രീ ജയകുമാർ? ഹലോ, കേൾക്കാം സാറേ. അങ്ങോട്ട് കേൾക്കാമോ? കേൾക്കാം. ശ്രീ നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? ഈ പത്മജ സാറേ സമയം കണ്ടല്ലോ സംസാരിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാല് ഒരു വകയ്ക്കും ഒരു മീറ്റിങ്ങിനോ ഒന്നിനോ വരാതെ, ഒരു പരിപാടിക്കും വരാതെ ഇരുന്ന് സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പത്മജ. ഇപ്പൊ BJP പറഞ്ഞു എനിക്ക് പ്രവർത്തിക്കാൻ അവസരം തരുമെന്ന്. പ്രവർത്തിക്കാൻ ചെന്ന് അവരെ കാല് പിടിച്ച് വിളിച്ചിട്ട് വരാത്ത ഒരു ഇതാണ്. അവരിനിപ്പോ ഇലക്ഷൻ കഴിയുന്ന ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കാല് പിടിച്ച് വരാത്ത ആളെ ഇത്രയും മൂന്തപുരത്ത് ലോക്സഭയിലേക്കും തൃശ്ശൂരിൽ നിയമസഭയിലേക്കും കൊടുക്കുക, KTDC ചെയർമാനാക്കുക, അവിടെ കോൺഗ്രസിന് ഒരു വീഴ്ച പറ്റിയില്ലേ? പറയാം സാർ, പറയാം. അവർ കർണാടനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കി കൊണ്ടുവന്നത്, കർണാടനാണ്. അപ്പൊ ഈ എല്ലാ ഇലക്ഷൻ സമയത്തും മുരളിയുടെ ഇത് വരുമ്പോഴത്തേക്ക് ഈ പത്മജ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത് ഒഴിഞ്ഞു വെച്ചതുപോലെ ഓരോ പ്രാവശ്യവും കൊടുത്തോണ്ടിരുന്ന സ്ഥാനങ്ങളാണ്. കാരണം ഈ കർണാടക ഒരു കേരളത്തിൽ കൊടുത്തോണ്ടിരുന്ന സ്ഥാനമാണ്. പിന്നെ ഒന്ന്, കർണാടകനും മുരളിയും പോയിട്ടും ഇവർ പോയില്ല എന്ന ഒരു ഇതും അപ്പോഴുണ്ടായിരുന്നു. നല്ല വിജയസാധ്യതയുള്ള സ്ഥാനങ്ങളാണ് കൊടുത്തിരുന്നത്. ഇത് ഈ ഇലക്ഷൻ വരെ അവർ കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് സാറേ. മണർകാട് പാപ്പൻ എന്ന് പറഞ്ഞില്ലേ, MM ജോസഫ്, മൈക്കിൾ ജോസഫ് മണർകാട്, MJ മൈക്കിൾ ജോസഫ് മണർകാട് എന്ന് പറഞ്ഞത് ഈ
കരുണാകരനുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. കരുണാകരൻ എന്തെങ്കിലും അവീത സ്വത്തുണ്ടെങ്കിൽ ഈ BJP-യോ കമ്മ്യൂണിസ്റ്റോ പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. കാരണം കരുണാകരൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും എതിർത്തോണ്ടിരുന്നതല്ലേ ഇടതുപക്ഷം, അവർ പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. മാത്രമല്ല ഇവർക്ക് എതിരായിട്ട് അവിടെ സമരം ചെയ്ത് എതിരായിട്ട് മത്സരിച്ച ഒരു വ്യക്തിയും കൂടെയാണ് MMJ. എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഏതായാലും അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നത് നന്നായി. കാരണം മറ്റൊരു പ്രേക്ഷകൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും എനിക്കും താങ്കൾ പറഞ്ഞത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണുള്ളത്, മറ്റേയാൾ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് അറിവില്ല. ഏതായാലും സുധീർ എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുധീറിന് എന്ത് തോന്നുന്നു? പത്മജ വേണുഗോപാൽ ഇനി BJP-യിൽ ശക്തമായ ഒരു നേതൃത്വ രംഗത്തേക്ക് വരുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തന്നെ തോൽപ്പിച്ചതുപോലെ കെ മുരളീധരനെയും കോൺഗ്രസുകാർ തോൽപ്പിക്കുമെന്നാണ് പത്മജ വേണുഗോപാലിൻ്റെ ആരോപണം. അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിന് BJP-യിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും എന്ന് പത്മജ പറയുന്നു. വടകരയിൽ മത്സരിച്ചാൽ മുരളീധരൻ ജയിക്കുമായിരുന്നു. അതേസമയം പത്മജ വേണുഗോപാൽ ഷമാ മുഹമ്മദിനെയും കോൺഗ്രസിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു. ഷമാ മുഹമ്മദിനെ പോലെ കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ BJP-യിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് പത്മജ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കരുത്തായ നേതാക്കൾ പോലും BJP-യിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് LDF-ലേക്ക് പോകാൻ തനിക്ക് ക്ഷണമുണ്ടായിരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നു. ഉന്നത നേതാക്കൾ സംസാരിച്ചിരുന്നു, പക്ഷേ അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ല. ആദ്യഘട്ടത്തിൽ പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭരതൻ എന്നാണോ പേര് പറഞ്ഞത്? ഷാജഹാൻ ഈ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊഴിഞ്ഞാമ്പാറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാജഹാന് എന്ത് തോന്നുന്നു പത്മജ വേണുഗോപാലിന്റെ പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന ഈ ആരോപണം കേൾക്കുമ്പോൾ? വേറെ ഇത് രാഷ്ട്രീയത്തിലിരിക്കുമ്പോഴൊന്നും പറയാതെ BJP-ക്ക് പോയത് തന്നെ ഈ പൈസ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു നേരം പറഞ്ഞു. ഇതൊക്കെ തട്ടിപ്പാണ് സാറേ. കൊടുത്തു കാണില്ലെന്നാണ് പറയുന്നത്. രാജ്യത്തിൽ ഇരിക്കുമ്പോൾ പറയണ്ടേ? ഈ രാജ്യത്തിൽ ഇരിക്കുമ്പോ തന്നെ ഒരു കരുണാകരന്റെ മകളല്ലേ എന്നെ ഇങ്ങനെയെല്ലാം ചെയ്തു എന്ന് പറയാതെ പോയി. ഇപ്പൊ പാർട്ടി നേതൃത്വങ്ങളിലൊക്കെ പരാതിയായിട്ട് അവർ പോയി KPCC പ്രസിഡന്റ് ഒഴികെ അവരുടെ പരാതികളൊന്നും ആരും കേട്ടില്ല എന്നാണ് അവർ പറയുന്നത്. KPCC അല്ല, ഞാൻ പറയും പാർട്ടിയിൽ തന്നെ നേരത്തെ കുട്ടി പറയാലോ. BJP-ക്ക് പോയപ്പോ എന്ന് പറയുമ്പോ അവരുടെ രാഷ്ട്രീയം എന്തായിരിക്കും ഇപ്പോ? ഏതായാലും വളരെ വ്യക്തമാണ്. കോഴിക്കോട് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് നമുക്കിപ്പം. പ്രകാശ് എന്നാണോ പേര് പറഞ്ഞത്? പ്രകാശിന് കേൾക്കാമോ? ശ്രീ പ്രകാശ് എന്ത് കരുതുന്നു? ഈ പത്മജയെ LDF-ലേക്കും ക്ഷണിക്കാൻ ശ്രമമുണ്ടായി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമെന്ന് പ്രകാശിന് തോന്നുന്നുണ്ടോ? പറയാണെന്നുവെച്ചെങ്കിൽ പത്മജ എന്താ വെച്ചാൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നരേന്ദ്രമോദിയോട് ആദ്യമേ ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ അവരത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ്. ഇപ്പൊ വെറുതെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വെറുതെ പോവാന്നല്ലാതെ പിന്നെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് പോയതല്ല. അവർ ആദ്യമേ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് BJP-യിലേക്ക് പോകണം. ആ ഭാഗമായിട്ട് തന്നെയാണ് പോയത്. അല്ലാതെ ഇപ്പം പറയുന്നതൊക്കെ ഒരു രാഷ്ട്രീയ ഷണ്ടായിട്ട് മാത്രമേ. ആ തീരുമാനം കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമേൽപ്പിക്കുമോ പ്രകാശ്? അതുണ്ടായിരിക്കും, എന്തായാലും ഉണ്ടാവും. അതായത് BJP-യിലേക്ക് പോകുന്ന അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയതുകൊണ്ട് പത്മജയുടെ ഒരു പോക്ക് കോൺഗ്രസിന് എന്തായാലും നല്ല രീതിയിൽ ക്ഷീണം സംഭവിക്കും. എന്തായാലും സംഭവിക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷമീർ തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഷമീർ, ഈ മുരളീധരൻ വടകര വിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ജയസാധ്യത ഇല്ലാതാകുന്നു എന്നാണ് പത്മജ പറയുന്നത്. ശ്രീ ഷമീറിന് എന്ത് തോന്നുന്നു? 100%. ഞാൻ നാട്ടുകാരനാണ്. 100% അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ മുരളി അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. അതിന് പുറമെ പിന്നെ തുടക്കം മുതൽ നിങ്ങളെ ചർച്ചയിൽ ചോദിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരുടെ പത്മജയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നമ്മുടെ സ്വപ്ന സുരേഷിന്റെയും സരിതയുടെയും വാക്കുകൾ ഇടതുപക്ഷവും പിന്നെ വലതുപക്ഷവും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവായ പത്മജയുടെ വാക്കുകൾ വിശ്വസിച്ചുകൂടാ? പണം തട്ടിക്കാണുമെന്നാണ് താങ്കളും കരുതുന്നത്? 100% സർ. കോൺഗ്രസ് പോലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പണം ആവശ്യമാണ്. അത് ഏത് വിധേനയും അടിത്തട്ടിലുള്ളവർ വരെ പിന്നെ ചൂഷണം ചെയ്യുന്ന ഒരു ചുറ്റുപാടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% ഇത് പിന്നെ പത്മയുടെ വാക്കുകൾ പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സഹദേവൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ശ്രീ സഹദേവൻ, കൂടുതൽ പേരുകൾ താൻ വെളിപ്പെടുത്തും എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. കൂടുതൽ പേരുകൾ ഉണ്ടാകുമോ? ശ്രീ വിനീഷിന് കൂടി
പറയാം? കൂടുതൽ പേരുകൾ ഉണ്ടാകുമോ വിനീഷ് പത്മജയ്ക്ക് പറയാൻ? പത്മജയ്ക്ക് പറയാൻ കൂടുതൽ പേരുകൾ ഉണ്ടാവും. കാരണം ഈ വിൻസെന്റ് എന്ന് പറയുന്ന വ്യക്തി എന്റെ മണ്ഡലത്തിലെ MLA ആയിരുന്നു. അപ്പൊ ഞാന് അയാളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് 24 ലക്ഷം ആയിരിക്കില്ല, ചിലപ്പോ 42 ലക്ഷം അയാൾ കൈപ്പറ്റിയുണ്ടാവും. നമുക്ക് അങ്ങനെ ആരോപിക്കാൻ കഴിയും. അദ്ദേഹത്തിന് അദ്ദേഹം നിഷേധിക്കുകയാണ്. കരുണാകരന്റെ മകളായത് കൊണ്ട് കുറി തൊടാൻ പറ്റില്ല എന്നൊരു ഡയലോഗ് വന്നത് പത്മജയുടെ. അതിൽ നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞാൽ മലയാളം 1-ാം തീയതി എന്നുണ്ടെങ്കിൽ ഭൂലോകം ഇടിഞ്ഞു വീണാലും ഗുരുവായൂരപ്പനെ സന്ദർശിക്കാൻ പോകുന്നതാണ്. BJP-യിലേക്ക് ചെല്ലുമ്പോ പൊതുവിലൊരു ഡയലോഗ് ഉള്ളതാണ് ഈ വക ഡയലോഗ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജന് എന്ത് തോന്നുന്നു? പത്മജ വേണുഗോപാൽ ഇനി ആരുടെ പേരായിരിക്കും പറയുക? ശ്രീ രാജൻ സാറേ, ഞാൻ പറയുന്നത് മനസ്സാറെ വളരെ കാര്യമായിട്ട് കേൾക്കുക. ഈ വിൻസെന്റ് എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന അയാള് അനാശാസ്യ നടപടിയൊക്കെ നടത്തി 3 മാസം ജയിലിൽ കിടന്ന ആളാ. രണ്ടാമത്തെ സംഗതി, പണ്ടൊരു MLA ചാടിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. പിന്നെ CPM-ന്ന് കോൺഗ്രസിലേക്ക് ചാടിച്ചു. എന്നിട്ട് അതിനുവേണ്ടി കമ്മീഷൻ പറ്റിയ ആളാണ് ഈ വിൻസെന്റ് എന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പിന്നെ ഭയങ്കര സ്ട്രൈക്കും കാര്യങ്ങളും ഒക്കെ നടത്തി അവിടെ സമരം കിടന്ന ആളാണ്. പുള്ളി ചൈന കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു എന്നൊക്കെയാ പറയുന്നത്. അതുപോലെ തന്നെ TN പ്രതാപനും അത്ര വലിയ വെടിപ്പുള്ള ആളല്ല. കാരണം ദുബായ് വെച്ച് കള്ളു കുടിച്ച് അവിടെ കൂടെ ഒക്കെ നടന്ന ഫേസ്ബുക്കിൽ ഫോട്ടോ ഒക്കെ വന്ന പത്മജ പറയുന്നതിന്റെ അതൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ സംഗതി, കുറി തൊടാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത് വാസ്തവമാണ്. കാരണം വെച്ചാൽ ഇവർക്ക് മറ്റേ എല്ലാവരുടെയും വോട്ട് വേണമല്ലോ. എന്തിനേറെ രാജ്ഭവൻ ഉണ്ണിത്താൻ കാസർഗോഡ് എന്ന് മത്സരിച്ചപ്പോൾ കറുത്ത കുറി തുടച്ചു. കാരണം വെച്ചാൽ അവിടുത്തെ മുസ്ലിങ്ങളെ വോട്ട് കിട്ടത്തില്ലെന്ന് പേടിച്ച്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇതിനകത്ത് നിൽക്കുന്നത്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഞാൻ പറഞ്ഞ് 20-22 പേരും ജയിച്ചു പോട്ടെ. എന്നിട്ട് ഇപ്പോഴും പാർലമെന്റിൽ 5 രൂപയ്ക്ക് ചപ്പാത്തിയും കോഴിക്കറിയും കിട്ടും. പോയിരുന്ന് കഴിക്കട്ടെ. അല്ലാതെ വേറൊരു ഗുണവും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയ എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ പത്മജ വേണുഗോപാലിനൊപ്പമാണോ K മുരളീധരനൊപ്പമാണോ? യെസ്, ആർക്കൊപ്പമാണ് ജയ? പത്മജ പറയുന്നതൊക്കെ വെറും ഗിമ്മിക്കാണ് സാറേ. അതിനകത്തൊന്നും ഒരു സത്യവും ഇല്ല. പിന്നെ അവര് എന്തായാലും അത് ചാടിപ്പോയി. 3 വർഷത്തിന് മുന്നേ മുതലേ ഇതിന് പരിപാടി തുടങ്ങിയതാ പുള്ളിക്കാരി പോകാനായിട്ട്. അന്നേരം അതിനുള്ള ഒരു തടയിടലാണ് ഇത് പൈസ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞത്. ഇൻ കേസ് പൈസ വാങ്ങിച്ചെങ്കിൽ അവർക്ക് ഇലക്ഷന് നിൽക്കാൻ വേണ്ടി കൊടുത്തതല്ലേ. അതൊക്കെ ഇപ്പം കിടന്ന് ചാടി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ചാടിപ്പോയി. കോൺഗ്രസ്സുകാർക്ക് മോശവും ഉണ്ടാക്കി. ഇനി അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പിന്നെ അവരവരുടെ കാര്യവും നോക്കി BJP-യിലെങ്ങാനും പോയി നിന്ന് പണി നടത്തട്ടെ, ഇങ്ങനെ ആൾക്കാരെ ആക്ഷേപിക്കാതെ. യെസ്, വ്യക്തമാണ് ശ്രീമതി ജയയുടെ പ്രതികരണം. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. പത്മജയുടെ പണം കോൺഗ്രസ്സുകാർ തട്ടിയോ എന്ന ചോദ്യത്തിന് 59% ആളുകൾ അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും 41% ആളുകൾ പത്മജയെ വിശ്വസിക്കേണ്ടതില്ല എന്ന അഭിപ്രായവും അവരുടെ വോട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. വിയർക്കാതിരിക്കാൻ